10,000 രൂപയും ഫിനോപ്തലിൻ പൊടി തേച്ചാണ് കൊടുത്തത്. അയാളുടെ കയ്യിലും നോട്ടിലും അയാളുടെ ദേഹത്തും ഒക്കെ ആ പൊടി പറ്റിയിരുന്നു. എന്തായാലും പോലീസ് DYSP വിജിലൻസ് എറണാകുളം ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇനി കുറേ ദിവസം റിമാൻഡിൽ കിടന്നിട്ട് ഇയാൾക്ക് ജാമ്യം ലഭിക്കും. സർവീസിലോട്ട് തിരിച്ചു കയറാനൊരു അല്പം ബുദ്ധിമുട്ടാണ്. 6 മാസം കഴിയുമ്പോഴൊക്കെ ഗവൺമെൻറ്റിന് സമീപിച്ചാൽ ചിലപ്പം തിരിച്ചു കയറാം. ഇനി എത്ര വർഷം സർവീസ് ഉണ്ടെന്ന് അറിയില്ല. ഏതായാലും പ്രായമുള്ള ആളാണ്, ഗ്രേഡ് SA എത്തിയ ആളാണ്. എങ്ങനെയായാലും 50 വയസ്സിന് വെളിയിലുണ്ടാവണമെന്ന് തോന്നുന്നു. ഇനി ചിലപ്പം തിരിച്ചു കയറാം. 6 മാസം കഴിഞ്ഞപ്പം തിരിച്ചു കയറാം. റിമാൻഡിൽ നിന്ന് കിടന്നിട്ട് ജാമ്യത്തിൽ ഇറങ്ങും. തിരിച്ചു കയറിയാലും റിട്ടയർമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. പെൻഷൻ കിട്ടിയ ഭാഗ്യം. പക്ഷേ വിജിലൻസ് കോടതിയിൽ കുറ്റച്ചാർജ് കൊടുക്കും. നല്ല ട്രാപ്പാണ്, കൃത്യമായ ട്രാപ്പാണ്. അതുകൊണ്ട് അവിടുത്തെ ട്രയൽ നടന്ന് ശിക്ഷിക്കാനാണ് 100% ഇതിനകത്ത് വരാൻ പോകുന്ന ഭവിഷ്യത്ത്. വളരെ പെൻഷനില്ലാതെ വർഷങ്ങളോളം റിട്ടയർ ചെയ്ത ശേഷവും 8-10 വർഷത്തേന് ഈ കേസുമായിട്ട് നടന്ന് അവസാനം കൺവിറ്റ് ചെയ്യുകയും ചെയ്യും. കാരണം നല്ല ചില ട്രാപ്പുകൾ അങ്ങനെയാണ്. ഇതുപോലുള്ള തീരുമാനങ്ങളൊന്നും ഇങ്ങനെ കൈക്കൂലി വാങ്ങാൻ വേണ്ടി പാവങ്ങളെ ഉപദ്രവിക്കരുത് പോലീസ്. ആവശ്യത്തിന് ശമ്പളം കിട്ടുന്ന അതിനകത്ത് ഒതുങ്ങി അതിൽ ജീവിക്കാൻ പഠിക്കുക. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് അതിൽ ഒതുങ്ങാൻ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും തീരുമാനിക്കണം.